കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. പന്തീരാങ്കാവ് കൊടൽ നടക്കാവിൽ ദേശീയപാതയുടെ ഭാഗമായുള്ള സർവീസ് റോഡിന്റെ മതിൽ വീടിന് മുകളിലേക്ക് തകർന്നു വീണ ഒരാൾക്ക് പരിക്കേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 2 വാർഡുകളിൽ നിന്നും രോഗികളെ ഒഴിപ്പിച്ചു. ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ നിർത്താതെ പെയ്ത മഴ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ദുരിതം വിതച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ വെള്ളം കയറി. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ താഴത്തെ നിലയിലെ വാർഡുകളിലാണ് വെള്ളം കയറിയത്. റൂമുകളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് നീക്കിയാണ് പ്രശ്നം പരിഹരിച്ചത്. വാർഡുകളിലെ രോഗികളെ താൽക്കാലികമായി നീക്കിയിരുന്നു. ആംബുലൻസ് കടന്നു പോകുന്നതിനിടെ പന്തീരാങ്കാവ് കൊടൽ നടക്കാവിലെ ദേശീയപാതയിലുള്ള സർവീസ് റോഡിന്റെ മതിലിടിഞ്ഞ് തൊട്ടടുത്ത വീടിന് മുകളിലേക്ക് വീണു. ഒരാൾക്ക് പരിക്കേറ്റു. നാദാപുരം തൂണേരിയിൽ കനത്ത മഴയിൽ മതിൽ തകർന്നു. തൂണേരി തണൽമരം കേളത്തുമുക്ക് റോഡിലേക്കാണ് ചെങ്കൽ മതിൽ തകർന്നു വീണത്. വെള്ളം കയറിയതിനെ തുടർന്ന് പന്തീരങ്കാവ് UP സ്കൂൾ റോഡിൽ 6 വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. കോഴിക്കോട് മുടക്കല്ലൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ മേൽക്കൂരയിൽ നിന്നും മഴവെള്ളം താഴേക്ക് ഒഴുകിയിറങ്ങിയതായി പരാതി ഉയർന്നു. ബാലുശ്ശേരി വൈകുണ്ഠം ഭാഗങ്ങളിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി. പാവങ്ങാട് ഉള്ളേരി സംസ്ഥാന പാതയിൽ കൂമുള്ളിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. താമരശ്ശേരി ദേശീയപാതയിലും കാരാടി, ചുങ്കം, മണ്ണിൽക്കടവ് എന്നിവിടങ്ങളിലും കോഴിക്കോട് നഗരത്തിൽ മാവൂർ റോഡ്, കോർണേഷൻ തിയേറ്റർ പരിസരം തുടങ്ങിയ ഇടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂക്ഷമായിരുന്നു. ശക്തമായ മഴയിൽ കുറ്റ്യാടി ടൗണിൽ തൊട്ടിൽപ്പാലം റോഡിൽ 4 കടകളിലാണ് വെള്ളം കയറിയത്. ആനക്കുഴിക്കര, ഉള്ളേരി ടൗൺ എന്നിവിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.